ഹായ്. ഈ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വരാൻ പോകുന്ന അവസാന ലാപ്പിലും കോൺഗ്രസിൻ്റെ അവകാശവാദവും ആത്മവിശ്വാസവും നല്ലപോലെ ശ്രദ്ധിച്ചു. മുസ്ലിം ലീഗും ക്രിസ്ത്യൻ ലീഗും ഞങ്ങൾക്ക് അനുകൂലമായി വോട്ട് ചെയ്തു, ഞങ്ങൾ അധികാരത്തിൽ വരും. അതായത് കോൺഗ്രസിൻ്റെ സ്വന്തം മിടുക്കല്ല, കേരളത്തിൽ മതേതരത്വം നിലനിർത്തിക്കൊണ്ടല്ല, ഞങ്ങൾ മതങ്ങളെ ഒപ്പം നിർത്തിയിട്ടുണ്ട്. മതങ്ങളെല്ലാം ഒന്നടങ്കം, അത് മുസ്ലിം ഭൂരിപക്ഷ ജില്ലകളിൽ മുസ്ലിങ്ങൾ ഒന്നടങ്കം ഞങ്ങൾക്ക് വോട്ട് ചെയ്യും, ക്രിസ്ത്യൻ ഭൂരിപക്ഷ ജില്ലകളിൽ ക്രിസ്ത്യൻസ് ഒന്നടങ്കം ഞങ്ങൾക്ക് വോട്ട് ചെയ്യും. ഇതാണോ ജനാധിപത്യം? ജനാധിപത്യം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സ്റ്റേറ്റിന് മതമില്ലാത്ത നാട്ടിൽ അവർ ജനാധിപത്യത്തെ വിനിയോഗിക്കേണ്ടത് മതം പറഞ്ഞാണോ? അല്ലല്ലോ. മതത്തെ മുൻനിർത്തിയാണോ? അല്ല. അവർ ഈ നാട് പ്രവർത്തിക്കേണ്ടത് എങ്ങനെയെന്നും ഈ നാട് നാളുകളിൽ എങ്ങനെ ആയിരിക്കണം, മതസൗഹാർദ്ദത്തോടു കൂടി നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നതിനപ്പുറം മതങ്ങളാൽ തീരുമാനമെടുക്കുന്ന ഒരു സർക്കാരാണ് ഞങ്ങൾ രൂപീകരിക്കാൻ പോകുന്നു എന്ന് പറയുമ്പോൾ എന്താണ് അത് നൽകുന്ന കൃത്യമായിട്ടുള്ള സന്ദേശം? വരും കാലങ്ങളിൽ കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പാർട്ടി മതങ്ങളാൽ നിയന്ത്രിക്കപ്പെടുന്ന ഒരു സർക്കാർ രൂപീകരിക്കാനായിട്ടുള്ള അവസരമുണ്ടാക്കാൻ പോകുന്നു. അതിലൂടെ ആരാണോ അവർ അധികാരത്തിലേക്ക് എത്തിച്ചത് അവർക്ക് വേണ്ടി മാത്രം വിനയാന്വിതരായി ഇടപെടേണ്ട ഒരു സാഹചര്യം ഉണ്ടാകും. അപ്പോൾ കോൺഗ്രസിനെ സംബന്ധിക്കുന്നിടത്തോളം അവർ അവകാശവാദം ഉന്നയിക്കുന്നത്, അല്ലെങ്കിൽ വി.ഡി. സതീശൻ ഉൾപ്പെടെയുള്ളവർ അവകാശവാദം ഉന്നയിക്കുന്നത്, അങ്ങ് മലബാറിൽ നിന്ന് എണ്ണി തുടങ്ങി വടക്കൻ കേരളം കഴിഞ്ഞ് മധ്യ കേരളത്തിലേക്ക് എത്തുമ്പോഴേക്കും അവർക്ക് ഭൂരിപക്ഷം ഉറപ്പാകുമെന്നാണ്. ഈ വടക്കൻ കേരളത്തിലേക്ക് വരുമ്പോൾ അവർ ഉദ്ദേശിക്കുന്നത് മലപ്പുറമാണ്, മറ്റൊന്ന് കോഴിക്കോടാണ്, അത് കഴിഞ്ഞതിന് ശേഷം എറണാകുളമാണ്, അതിനുശേഷം ഇടുക്കിയും പത്തനംതിട്ടയുമാണ്, കോട്ടയവുമുണ്ട്. ഈ 6 ജില്ലകളിൽ എന്താണ് സവിശേഷത? എവിടെയെങ്കിലും ഇവർ പറയുന്നത് ഈ നാട്ടിലെ ഭൂരിപക്ഷ സമുദായത്തിൻ്റെ സ്വാധീനം കൊണ്ടാണോ? അല്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെ നടക്കാൻ പോകുന്നത് എന്തായിരിക്കും? ഒരു പക്ഷേ കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ നടപ്പാകാൻ പോകുന്ന രാഷ്ട്രീയം എന്തായിരിക്കും? അത് ഈ നാട്ടിൽ ധ്രുവീകരണം ഉണ്ടാക്കുമോ ഇല്ലയോ? ഏത് ഭാഗത്തിൻ്റെ ധ്രുവീകരണം ഉണ്ടാക്കും? ഒറ്റ കാര്യം മാത്രമേ മനസ്സിലാക്കേണ്ടതുള്ളൂ. നിങ്ങൾ ഈ രീതിയിലാണ് ഇന്നത്തെ കാലഘട്ടത്തിലും രാഷ്ട്രീയത്തെ കൈകാര്യം ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അതുണ്ടാക്കുന്ന ഇമ്പാക്റ്റ് എത്രത്തോളം അപകടകരമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. സംഘപരിവാറുകാർ ആഗ്രഹിക്കുന്നതും അങ്ങനെ തന്നെയാണ്. എങ്ങനെയൊക്കെ ഈ ഭൂരിപക്ഷ സമുദായത്തിൻ്റെ ഇടയിൽ ആശങ്ക വാരി വിതറാമെന്നുള്ള കാര്യം, ആശങ്ക വാരി വിതറുന്ന രീതിയിലേക്ക് ഞങ്ങൾ കൺസോൾട്ടേഷൻ ഉണ്ടാക്കി എന്ന് പറയുമ്പോൾ ഈ രാജ്യത്ത് മതേതരത്വത്തിന് വേണ്ടി നിലകൊള്ളുന്ന കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം ഇന്ന് കേരളത്തിലേക്ക് വരുമ്പോൾ അധികാരത്തിലേക്ക് വരാൻ അവർ ആരെ പ്രീണിപ്പിച്ചു എന്നുള്ളതാണ് നാട് മനസ്സിലാക്കേണ്ട യാഥാർത്ഥ്യം. അവർ ന്യൂനപക്ഷങ്ങളെ പ്രീണിപ്പിച്ചു നിർത്തി, ന്യൂനപക്ഷങ്ങൾക്ക് വമ്പൻ വാഗ്ദാനം കൊടുത്തിട്ടുണ്ട്. ആ വാഗ്ദാനങ്ങൾ ഞങ്ങൾക്ക് വോട്ടായി മാറുമെന്ന് അവർ ഉറച്ചു വിശ്വസിക്കുന്നു. അതിൻ്റെ പ്രതിഫലനം വടക്കൻ കേരളത്തിൽ ഉൾപ്പെടെ ഉണ്ടാകുന്ന ഒരു വലിയ മാറ്റം, അത് എല്ലായിടത്തും നോക്കിക്കഴിഞ്ഞാൽ അവർ ഇപ്പോൾ അതിനൊരു ഓമന പേരിട്ട് വിളിക്കും സാമുദായിക സന്തുലിതാവസ്ഥ. അങ്ങനെ സാമുദായിക സന്തുലിതാവസ്ഥയാണെങ്കിൽ ഇവിടെ ഈ വിജയത്തിൽ അസംതൃപ്തരാകാൻ പോകുന്ന ആരാണ്? ലീഗിന് എങ്ങനെയാണ് വലിയ സീറ്റ് നേട്ടം ഉണ്ടാക്കാൻ കഴിയുന്നത്? അവർക്ക് അവരുടെ മതവിഭാഗത്തെ കൺസോൾഡേറ്റ് ചെയ്ത് ഒരിടത്ത് നിർത്താൻ പറ്റുകയും ക്രിസ്ത്യൻസിനും നിർത്താൻ പറ്റൂ എന്ന് പറയുമ്പോൾ മറ്റൊരിടത്ത് ഇത് ആർക്കാണ് അവസരമുണ്ടാക്കുന്നു എന്ന ചോദ്യം കൂടി കൃത്യമായി ഉയർന്നു വരികയാണ്. തീക്കൊള്ളി കൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പ് വിജയിക്കാൻ കോൺഗ്രസ് തല ചൊറിഞ്ഞത് എന്ന് പറയേണ്ടി വരുന്നത് ഇതുകൊണ്ടാണ്. ജയിക്കുമോ ഇല്ലയോ എന്നൊക്കെ നാളെയല്ല, വരും ദിവസങ്ങൾ 4-ാം തീയതി മാൻഡേറ്റ് വന്നതിന് ശേഷം പുറത്തേക്ക് വരട്ടെ. പക്ഷേ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയം കേരളത്തിൻ്റെ മതസൗഹാർദ്ദത്തെ തകർക്കാൻ പോകുന്ന രാഷ്ട്രീയമാണ്. അത് എത്ര പേർക്ക് മനസ്സിലാകും എന്ന് അറിയില്ല. കാര്യം ഞങ്ങൾക്ക് എങ്ങനെയും കോൺഗ്രസിനെ കൊണ്ടുവന്നാൽ മതി, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ മതമാണ് പ്രശ്നം, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ മതം പറയുന്നത് കേട്ടാൽ മതി എന്ന് വിചാരിക്കുന്നിടത്ത് മതം ടോട്ടലി വർക്ക് ചെയ്ത ഇടങ്ങളിലൊക്കെ ഇന്ന് മനുഷ്യർ ഏത് രീതിയിൽ അശാന്തരായി കഴിയേണ്ടി വരുന്നുണ്ട് എന്നതിനെക്കുറിച്ച് നിങ്ങൾക്ക് ഈ നാട്ടിൽ നിന്ന് ചിന്തിക്കാൻ കഴിഞ്ഞാൽ നാളുകളിൽ ഈ നാട്ടിലേക്കും മതേതരത്വം തകർത്തുകൊണ്ട് ഭൂരിപക്ഷ സമുദായത്തിൻ്റെ രാഷ്ട്രീയം കടന്നു വന്നു കഴിഞ്ഞാൽ ഉണ്ടാകാൻ പോകുന്ന തിരിച്ചടികളെക്കുറിച്ച് ഒന്ന് രാജ്യത്താകമാനോ ലോകത്താകമാനോ ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ ഉത്തരം കിട്ടും. അതുകൊണ്ട് കോൺഗ്രസ് ഒരു തെരഞ്ഞെടുപ്പ് വിജയിക്കാൻ വേണ്ടി ഈ നാടിൻ്റെ മതേതരത്വത്തെ അടിയറവ് വെച്ചതാണോ എന്ന് കൃത്യമായി തോന്നുന്നതാണ് പല കോൺഗ്രസ് നേതാക്കന്മാരുടെയും പ്രതികരണമെന്ന് വളരെ കൃത്യമായി പറയേണ്ടി വരികയാണ്.